സ്പ്രിന്ററിന്റെ ഇന്റീരിയറെ കുറിച്ച് പറയുകയാണെങ്കിൽ മെർസിഡീസ് ബെൻസ് ആയതുകൊണ്ട് ഈ ക്യാബിനെല്ലാം തന്നെ ഒരു ലക്ഷറി ടച്ച് കിട്ടുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കാരണം ഒരു ഫൈബർ ഫിനിഷ് ആണെങ്കിലും അതിലെല്ലാം മേലെ ഒരു വുഡൻ ട്രിം കൊടുത്തുകൊണ്ട് ഒരു ലക്ഷറിയസ് ഫീലാണ് നമുക്കിതിൽ ലഭിക്കുന്നത്. ഇനിയിപ്പം ഇത് കമേഴ്ഷ്യൽ വെഹിക്കിൾ ആണെങ്കിൽ ഇതേ ലേ ഔട്ട് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഈ വുഡ് ട്രിം ഉണ്ടാവില്ല എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ഇനിയിപ്പം ഇതിന്റെ ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ സ്റ്റിയറിംഗ് ആണെങ്കിൽ സ്റ്റിയറിംഗ് ഒരു പവർ സ്റ്റിയറിംഗ് ആണുള്ളത്, മൾട്ടി ഫംഗ്ഷൻ അല്ല. പക്ഷെ ഒരു ഈസി ടു മാനുവർ ടൈപ്പ് ഉള്ള സ്റ്റിയറിംഗ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ ഇതിന്റെ മറ്റേ ലിവേഴ്സ് എല്ലാം തന്നെ വളരെ റീച്ചബിൾ ആണ്. അതെല്ലാം തന്നെ നല്ല എക്കണോമിക്കലി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇതിന്റെ ഗിയർ ലിവർ നോബാണ്. കാരണം ഒരു ജോയ്സ്റ്റിക്ക് പോലെ ഒരു ഡാഷ്ബോർഡിന്റെ മേലെയാണ് ഈ ഗിയർ ലിവർ നോബ് വന്നിട്ടുള്ളത്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആയതുകൊണ്ട് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യുന്ന രീതിയിലാണ്. കാരണം 2 മൂവ്മെന്റ്സ് വരുന്നുള്ളൂ. ഒന്ന് ഇപ്പോൾ നോർമലി ഉണ്ടാവുന്ന ന്യൂട്രൽ പൊസിഷൻ, അതൊന്ന് ലെഫ്റ്റിലേക്ക് മാറ്റിയാൽ ഓട്ടോ മോഡ്, അതാണ് ഡ്രൈവ്. പിന്നെ താഴേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ റിവേഴ്സ്. ഇതിൽ ഓട്ടോ മോഡിൽ അപ്പും ഡൗണും ചെയ്യാൻ പറ്റും. ഫ്രണ്ട് ഡ്രൈവർ അല്ലാതെ പാസഞ്ചർ ഡോർ ഉള്ളിൽ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ വോൾവോയിലെല്ലാം കാണുന്ന രീതിയിൽ പുറത്തുനിന്ന് തുറക്കാതെ ഉള്ളിൽ നിന്ന് ബട്ടൺ അമർത്തി തുറക്കുന്ന രീതിയിലുള്ളത്. പിന്നെയുള്ള AC കൺട്രോൾ യൂണിറ്റ്, അത് ഇതിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു AC കൺട്രോൾ. കാരണം എല്ലാ സീറ്റ്സിലും AC കിട്ടുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തത്. ഓരോ പാസഞ്ചേഴ്സിനും നമ്മൾ ഒരു ഫ്ലൈറ്റിലുള്ള പോലെയെല്ലാം തന്നെ ഓരോ പാസഞ്ചറിനും AC ഉള്ള സ്പ്ലിറ്റ് ആയിട്ടുള്ള യൂണിറ്റ് ആണുള്ളത്. പിന്നെ ടോട്ടലി ഇതിൽ വന്നത് 20 സീറ്റ്സ് ആണ്. ഡ്രൈവർ സീറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ 20 സീറ്റ്സ് ഉള്ളത്. 19 പാസഞ്ചർ സീറ്റ്സ് ആണ് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ സ്പ്രിന്റർ മൾട്ടി പർപ്പസ് ആയിട്ടാണ് വരുന്നത്. പല ഉപയോഗത്തിനുള്ള രീതിയിലുള്ള വെഹിക്കിൾസും ഉണ്ട്. പാസഞ്ചർ വെഹിക്കിൾ ആയിട്ടുണ്ട്, കമേഴ്ഷ്യൽ വെഹിക്കിൾ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് അനുയോജ്യമായ എഞ്ചിൻ ഓപ്ഷൻസ് കമ്പനി കൊടുക്കുന്നുണ്ട്. ഇന്ന് ഞങ്ങൾ ഇവിടെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന 416 CDI വന്നിട്ടുള്ളത് OM 647 എന്ന ഇൻലൈൻ 5 സിലിണ്ടർ CDI എഞ്ചിനാണ്. ഇത് മെർസിഡീസിന്റെ ഫസ്റ്റ് ജനറേഷൻ CDI എഞ്ചിനാണ്. ഇതിന് 156 PS ആണ് പവർ, 330 Nm ആണ് ടോർക്ക് ഉള്ളത്. ഇതിന് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ടിപ്ട്രോണിക് ഓട്ടോ ട്രാൻസ്മിഷൻ ആണ്. അത് 5 സ്പീഡ് ഓട്ടോ ട്രാൻസ്മിഷൻ ആണ്. അത് നമുക്ക് നോർമലി നമ്മൾ മെർസിഡീസിന്റെ കാസിലെല്ലാം കാണുന്ന പോലെ തന്നെ അത് ഓട്ടോമാറ്റിക് ആയിട്ടും മാനുവലി ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ മാനുവലി വേണമെന്നുണ്ടെങ്കിൽ മാനുവലി ഓപ്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഇത് കമ്പനി ഇതിന്റെ സെറ്റിംഗ്സ് ഉള്ളത്. പിന്നെ ഇതിലും പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനും കൂടിയ കമ്പനി ഇതിൽ വന്നിട്ടുള്ളത്. സെയിം എഞ്ചിനിൽ കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ്. പിന്നെ ഇതിൽ താഴെയുള്ള ഒരു 4 സിലിണ്ടറിന്റെ പല ഓപ്ഷൻസ്, ഒരു എഞ്ചിനിൽ തന്നെ പല ട്യൂണിംഗ് ആയിട്ട് പല ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഈ ഒരു ബോഡി സൈസിനും ഈ ഒരു പാസഞ്ചർ കപ്പാസിറ്റിക്കും അനുയോജ്യമായ ഒരു എഞ്ചിനായിട്ടാണ് ഈ കമ്പനി ഇതിൽ ഈ എഞ്ചിൻ തന്നെ ഫിറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. ഈ സ്പ്രിന്റർ ഒരു മിനി ലക്ഷറി ബസ് ആണെങ്കിൽ കൂടി അത്യാവശ്യം ഒരു ലക്ഷറി ബസിന്റെ കംഫർട്ടും ഒരു സ്പേസ് എല്ലാം തന്നെ നമുക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട്. കാരണം ഇതിന്റെ സീറ്റിംഗ് പൊസിഷൻ നമ്മൾ സാധാരണ കുറച്ചുകൂടി ഒരു ബിഗർ ലക്ഷറി ബസ്സിലുള്ള അത്രയും തന്നെ ഒരു സീറ്റിംഗ് പൊസിഷനും ലെഗ് സ്പേസ് എല്ലാം തന്നെ ഇതിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ അത് അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ആണ്. ഇത് പുഷ് ബാക്ക് ചെയ്യാൻ പറ്റും. പുഷ് ബാക്ക് ചെയ്ത് നല്ലോണം തന്നെ ലീൻ ചെയ്ത് ഇരിക്കാവുന്ന രീതിയിൽ തന്നെ ഉള്ളത്. ഇതിന് പുറമെ നമുക്ക് ഫൂട്ട് റെസ്റ്റ് ഉണ്ട്. അതും ഫോൾഡബിൾ ആണ്. വേണ്ട സമയത്ത് നിവർത്താനും പിന്നെ കാല് നല്ല സപ്പോർട്ടീവായിട്ട് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഫൂട്ട് റെസ്റ്റ് ഉള്ളത്. അതിന് പുറമെ ഒരു ഫുഡ് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ട്രേ എന്ന് പറയുന്ന ഒരു ട്രേ ഉണ്ട്. പിന്നെ കപ്പ് ഹോൾഡർ ഉണ്ട്. പിന്നെ കോട്ട് ഹുക്ക് ഉണ്ട്. ഇതെല്ലാം തന്നെ നമുക്ക് ഒരു ലക്ഷറി ബസ്, ഇപ്പം നമ്മുടെ നാട്ടിൽ പറയുകയാണെങ്കിൽ വോൾവോ അല്ലെങ്കിൽ ഇപ്പം പുതുതായിട്ട് വന്ന മെർസിഡീസിന്റെ ബസ്സെല്ലാം തന്നെ അതിനെല്ലാം തന്നെ കമ്പാരബിൾ ആയിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റും കംഫർട്ട് ലെവലാണ് ഈ സ്പ്രിന്ററിന്റെ ബസ് കിട്ടുന്നത്. കാരണം അതിന് പുറമെ ഇതിന്റെ ഒരു സസ്പെൻഷൻ സിസ്റ്റവും തന്നെ ഹൈഡ്രോളിക് സസ്പെൻഷൻ സിസ്റ്റം ആണ് ഈ സ്പ്രിന്ററിൽ വരുന്നത്. ആ സസ്പെൻഷൻ സിസ്റ്റം എയർമാറ്റിക് അല്ല എയർ സസ്പെൻഷന് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു കംഫർട്ട് നൽകാൻ പറ്റുന്നുണ്ട്. എസ്പെഷ്യലി ഇപ്പം നമ്മൾ ലോങ് റണ്ണിൽ അത്യാവശ്യം സ്പീഡിലെല്ലാം പോകുമ്പോൾ ഒരു സ്വിംഗിങ് ഒരു ഫീലാണ്, ഒരു ബോട്ടിലെല്ലാം പോകുന്ന ഒരു ഫീലാണ് നമുക്ക് ഇതിൽ ലഭിക്കുന്നത്.
ഇതിന് പുറമെ ഇത് കസ്റ്റമൈസ് വെഹിക്കിൾ ആയതുകൊണ്ട് ഇതിൽ ഒരു ഒട്ടനവധി ഫീച്ചേഴ്സ് ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ DVD മോണിറ്റർ ഉണ്ട്, നമുക്ക് TV കണ്ടുകൊണ്ട് പോകാൻ പറ്റും. അതിന് പുറമെ നല്ലൊരു സൗണ്ട് സിസ്റ്റം, ബ്ലോക്ക് പോയിന്റിന്റെ സൗണ്ട് സിസ്റ്റം ആണ് ഇതിലുള്ളത്. പിന്നെ ഇൻഡിവിജ്വൽ ACs, ഇപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലെല്ലാം കാണുന്ന രീതിയിലുള്ള ഇൻഡിവിജ്വൽ ACയും പിന്നെ ലൈറ്റിംഗ് ഉണ്ട്. അതിൻ്റെ എല്ലാം പുറമെ ഇപ്പം ഡ്രൈവറെ ഒന്ന് കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഇതിൽ ബെൽ ബസർ ഉണ്ട്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈവറുടെ അടുത്ത് ബീപ്പ് ചെയ്യും. ഡ്രൈവറിന് എന്താണ് ആവശ്യമുണ്ട്, ഇനിയിപ്പം കോ പാസഞ്ചർ അല്ലെങ്കിൽ റോഡ് ഹോസ്റ്റസ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഇന്നെല്ലാം പുതുതായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഒരു ആളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗൈഡ് ഉണ്ടെങ്കിലെല്ലാം തന്നെ അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും പാസഞ്ചേഴ്സിനെ. ഇങ്ങനെയെല്ലാം നോക്കുമ്പോൾ ഒരു ബീങ് എ ബസ് അതിൽ വേണ്ട എല്ലാ കംഫർട്ട് ലെവലും അല്ലെങ്കിൽ ഒരു ലക്ഷറി ബസ് എന്നുള്ള രീതിയിൽ കംഫർട്ട് ലെവലും തന്നെ വളരെ ഹൈ ആണ് സ്പ്ലെൻഡറിൽ. ഒരു കമേഴ്ഷ്യൽ വെഹിക്കിൾ ഓടിക്കുമ്പോഴുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഒരു പ്രത്യേകത തന്നെയാണ്. കാരണം അത് പറഞ്ഞാൽ അറിയാൻ പറ്റില്ല. കാരണം അത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് എനിക്ക് എപ്പോഴും നൽകാറില്ല. കാരണം മുമ്പത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടിരുന്നു മെർസിഡീസിന്റെ തന്നെ ആക്ട്രോസ് ട്രക്ക് ഓടിച്ചപ്പോൾ ഉണ്ടായിരുന്ന എക്സൈറ്റ്മെന്റ്. ഇത് ഓടിക്കുമ്പോൾ ഒരു പൂർണ്ണമായൊരു ഹെവി വെഹിക്കിൾ അല്ലെങ്കിൽ കൂടി നല്ലൊരു ഹെവി ഫീൽ കിട്ടുന്ന രീതിയിലാണ് അതിന്റെ ഡ്രൈവ് ഉള്ളത്. കാരണം ബീങ് എ കമേഴ്ഷ്യൽ വെഹിക്കിൾ അതിന്റെ ആ പൊസിഷൻ, ഡ്രൈവിംഗ് പൊസിഷൻ, പിന്നെ ആ ഒരു ടോർക്ക്, പിന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫീലാണ് ഡീസൽ എഞ്ചിന് നൽകാൻ പറ്റുന്നത്. ഇതെല്ലാം തന്നെ നമുക്കൊരു ഒരു കമേഴ്ഷ്യൽ വെഹിക്കിൾ ഓടിക്കുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ശരിക്കും ലഭിക്കുന്നുണ്ട്. പിന്നെ ഇതൊരു ബീങ് എ ബസ് അതിന്റെ ഒരു ഫങ്ഷനാലിറ്റി നമുക്ക് കിട്ടുന്ന രീതിയിൽ തന്നെ അതിന്റെ ഡ്രൈവിംഗ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ വേറൊരു ഫീച്ചർ എനിക്ക് ഒരു ഗുണം തോന്നിയിട്ടുള്ള ഇതിന്റെ ഈസി ടു മെനോവറബിലിറ്റി ആണ്. കാരണം ഈവൻ ദോ ഇറ്റ്സ് എ മിനി ബസ് എങ്കിലും അതിൽ കിട്ടുന്ന ഒരു മെനോവറബിലിറ്റി എല്ലാം വളരെ ഈസിയാണ്. കാരണം ഇപ്പൊ നമ്മൾ സിറ്റിയിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇപ്പൊ നമുക്ക് ഈ ലൈനെല്ലാം തന്നെ ശരിക്കും കീപ്പ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ ഉള്ളത്. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെർസിഡീസിന്റെ കമേഴ്ഷ്യൽ വെഹിക്കിൾ സെക്ഷനാണ് വേൾഡിൽ ഏറ്റവും അധികം കമേഴ്ഷ്യൽ വെഹിക്കിളിന് R&Dക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന കമ്പനി, ഒരു R&D ഗ്രൂപ്പ്. അത് ശരിക്കും ഈ ഒരു സ്പ്ലെൻഡർ ഡ്രൈവ് ചെയ്യുമ്പോൾ ശരിക്കും എവിഡന്റ് ആണ്. കാരണം നേരത്തെ ആക്ട്രോസിലുള്ള രീതിയിൽ നമുക്കൊരു അത്രയും അതിന് സിമിലർ അല്ല എങ്കിലും ഒരു നല്ലൊരു ഗിയർ സിസ്റ്റമാണ് ഇതിലുള്ളത്. കാരണം ഫോർ ദ ഡ്രൈവർ പോയിന്റ് ഓഫ് വ്യൂ തീരെ ഫെറ്റീക്ക് ഇല്ലാതെ ഡ്രൈവേഴ്സിന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഡ്രൈവ് ട്രെയിനും പിന്നെ ഒരു ഡ്രൈവിംഗ് പൊസിഷനും പിന്നെ ഈ സിസ്റ്റംസ് എല്ലാം തന്നെയാണ് മെർസിഡീസ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡ്രൈവേഴ്സ് എല്ലാം തന്നെ വളരെ പ്രിഫർ ചെയ്യുന്ന വെഹിക്കിൾസ് ആണ് ഏതൊരു മെർസിഡീസിന്റെ കമേഴ്ഷ്യൽ വെഹിക്കിളും. ഈ സ്പ്ലെൻഡറിനെ കുറിച്ച് പറയുമ്പോഴും സ്പ്ലെൻഡർ ഇപ്പോൾ നമ്മൾ ഈവൻ വി ആർ ഡ്രൈവിംഗ് ഇൻ 80 എന്നിട്ട് നമുക്കൊരു ഫെറ്റിക്കോ അല്ലെങ്കിൽ ഒരു ഫിയറിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസും നമുക്കില്ല. കാരണം വളരെ ഈസി ആൻഡ് വിൽ ഫീൽ ദാറ്റ് വി ആർ ഡ്രൈവിംഗ് എ കാർ. ആ ഒരു ഫീലാണ് നമുക്ക് ഈ സ്പ്ലെൻഡറിൽ ലഭിക്കുന്നത്.